എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും വേണമെങ്കിൽ സ്നാക്കായും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കറി പോലും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ചോറ് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കാനുള്ള ചോറ് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 1.5 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ചോറ് ചേർത്തിട്ട് തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കണം എന്നൊന്നുമില്ല. സാദാ വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം. പിന്നെ ചോറ് ചേർത്തിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. കുഴക്കാനും പരത്താനും എല്ലാം നല്ല എളുപ്പമാണ്. അങ്ങനെ ഇതാ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആട്ടപ്പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് എടുത്തിന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചോറ് ഇതുപോലെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മാവ്. അപ്പോൾ ഞാൻ വേറെ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു ചോറിൻ്റെ ആ ഒരു മിക്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. അഥവാ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ച് പൊടി, മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഏതായി നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നില്ല ആ ഒരു രീതിയിൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം അല്പം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റോളം അടിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടെ ചതച്ചെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇതാ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പുമ്മലേക്ക് അല്പം മൈദ തൂക്കിയിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഒന്നിക്കിലിതാ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഉരുളകളാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊന്ന് തൂകിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് റൗണ്ടായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കനം കുറച്ചിട്ട് റൗണ്ടായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഇതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ടായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ കത്തി വെച്ചിട്ട് 2 അറ്റവും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. 2 സൈഡിലുള്ള ആ കട്ട് ചെയ്ത ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം നടുവിലേക്ക് ആക്കിയതിന് ശേഷം മറ്റേ ഭാഗവും ഈ ഒരു രീതിയിൽ ആക്കിക്കൊണ്ട് ബോക്സ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു ബോക്സ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലെയർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട്
പരത്തിയെടുക്കണം. അപ്പം വീണ്ടും കൗണ്ടർ ടോപ്പുമ്മിലേക്ക് അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സ്ക്വയറായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ചോറ് ചേർത്ത് കുഴച്ചത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റൗണ്ടായിട്ട് നമ്മൾ പരത്തിയില്ല കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ആ ഒരു സമയത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ ഒരെണ്ണം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഞാനിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഗീയോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും ഇല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പരത്തിയെടുത്ത ആ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മുട്ട മിക്സിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഗീ എല്ലാം സ്പ്രെഡ് ചെയ്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മുക്കിയതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മുട്ടൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കുക കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം പെട്ടെന്ന് റെഡിയാവും. മുട്ടയായതുകൊണ്ട് ഉൾഭാഗം വെന്ത് കിട്ടൂല. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇതിൽ നല്ല ലെയറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കുക. 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിടുമ്പോഴത്തേക്ക് ഇതാ ചെറുതായിട്ടൊന്ന് പൊങ്ങി തുടങ്ങും. അന്നേരം ചട്ടകം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഇതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 2 ഭാഗവും ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഗീയോ ബട്ടറോ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടും ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പാനിലേക്ക് അല്പം ഗീ സ്പ്രെഡാക്കി കൊടുക്കാം. മുട്ടയിൽ മുക്കിയതിന് ശേഷം പാനിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതിൽ ഞാൻ കുറച്ച് ഗീ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ കറി പോലും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനെല്ലാം പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. രാവിലെ ആയാലും വൈകിട്ടായാലും രാത്രി ആയാലും നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം ഈ ഒരു അപ്പം. അങ്ങനെ ഇതാ ഒരെണ്ണം കൂടെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കുക. അങ്ങനെ മുഴുവനും ചുട്ടതിന് ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറി കൂട്ടിയിട്ടും കറി ഇല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.